ഹലോ കൂട്ടുകാരെ, മഴത്തോരു മുംബൈ സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന കഥയെ പറ്റിയാണ് കേട്ടോ പറയുന്നത്. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് കഥയിലേക്ക് പോവാം. അങ്ങനെ കുളത്തൂർ പുഴയിൽ നിന്നും മടങ്ങിയെത്തിയ ബാലേന്ദ്രൻ ആദ്യം ചെന്നത് ജ്വല്ലറിയിലേക്കായിരുന്നു. അവിടെ വെച്ച് ഗോവർദ്ധനിൽ നിന്നും വൈജയന്തി തന്നെ അന്വേഷിച്ചെത്തിയതായി ബാലേന്ദ്രൻ അറിഞ്ഞു. വീട്ടിലെത്തിയ ശേഷം ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ വൈജയന്തി വീണ്ടും ആ ചോദ്യം ഉന്നയിച്ചു. ബാലേന്ദ്രൻ ആദ്യമൊക്കെ മറുപടി പറയാൻ വിസമ്മതം കാണിച്ചെങ്കിലും അവസാനം അയാൾ തുറന്നടിച്ചു താൻ കുളത്തൂർപ്പുഴയിലേക്കാണ് പോയതെന്ന്. അതോടെ വൈജയന്തിയുടെ നെറ്റി ചുളിഞ്ഞു. ബാലേന്ദ്രൻ എന്നതിനാ കുളത്തൂർപ്പുഴയിൽ പോയത്? അവിടെ ജ്വല്ലറിയുടെ വല്ല ബ്രാഞ്ച് തുടങ്ങുന്നുണ്ടോ, അതോ ടെക്സ്റ്റൈൽസിന്റെയോ? വൈജയന്തിയുടെ സംസാരത്തിൽ വല്ലാത്തൊരു അമർഷമുണ്ടായിരുന്നു. ഏയ്, നീ ഉദ്ദേശിച്ച പോലെയൊന്നല്ല. കുളത്തൂർപ്പുഴയിലെ നല്ല കാറ്റ് കിട്ടും. ഇവിടത്തെ പോലെയല്ല, ഭയങ്കര സുഖാണ് ആ കാറ്റും കൊണ്ട് നിൽക്കാൻ. കൃഷ്ണമോൾക്ക് അത് കേട്ടപ്പോൾ ചിരി വന്നു. എന്താടി ഇത്ര ഇളിക്കാനുള്ളത്? നിന്റെ അച്ഛൻ പറയുന്ന തറ ഡയലോഗ് കേട്ടിട്ടാണോ നിന്റെ ഈ ചിരി? ഉടനെ രോഹിത്ത് ചോദിക്കുകയാണ് ബാലേന്ദ്രനോട്. അച്ഛൻ എന്തിനാ ഈ പേടിക്കുന്നത്? അലീന ചേച്ചിയുടെ അടുത്തോട്ടാ പോയതെന്ന് പറഞ്ഞൂടെ? ആ, വളച്ചുകെട്ടില്ലാതെ ചോദിച്ചിരുന്നെങ്കിൽ അങ്ങനെ തന്നെ പറഞ്ഞേനെ. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ, CBI ചോദ്യം ചെയ്യുന്ന പോലെയല്ലേ ചോദ്യം ചെയ്യല്. ഉടനെ വൈജയന്തി ചോദിക്കുകയാണ്. എന്തിനാ അലീനെ കാണാൻ പോയത്? പൈസ കൊടുക്കാനാണോ, അതോ അവൾ സുഖമില്ലാത്ത കിടക്കുകയാണോ? എനിക്ക് അലീനെ ഒന്ന് കാണണം തോന്നി, ഞാൻ പോയി കണ്ടു, അത്ര തന്നെ. ഇവിടെ മുമ്പും പല വേലക്കാരികളും നിന്നിട്ടുണ്ടല്ലോ. ഓരോരോ സമയത്ത് അവരെല്ലാം പിരിഞ്ഞു പോയിട്ടുണ്ട്. അവരിൽ എത്ര പേരുടെ വീട്ടിൽ പോയിട്ടുണ്ടോ നിങ്ങൾ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടിയിട്ട്? ഇത് കേട്ട് ബാലേന്ദ്രൻ പരിഹാസ രൂപേണ പറയുകയാണ്. അയ്യേ, ഞാൻ അത്രക്കാരനൊന്നല്ലെന്നേ. ബാലേന്ദ്രന്റെ ആ മറുപടി കേട്ടപ്പോഴും കൃഷ്ണമോൾക്ക് ചിരി വന്നു. ഇത് കണ്ട് വൈജയന്തി അവളെ രൂക്ഷമായി ഒന്ന് നോക്കി. പിന്നെ അവളോട് മാത്രം എന്താ ഇത്ര മമതാന്നാ എന്റെ ചോദ്യം? അവളും മറ്റുള്ളവരെ പോലെ ഒരു വേലക്കാരി തന്നെ ആയിരുന്നില്ലേ? ആഹാ, നീ എന്തിനാ അതിനെത്ര ശോഭിക്കുന്നത്? ബാലേന്ദ്ര, വെറുതെ ഉരുണ്ട് കളിക്കല്ലേ. എന്റെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറ. പിരിച്ചുവിട്ട ശേഷവും അവളെ പോയി കാണാനും അവളുടെ ക്ഷേമം അന്വേഷിക്കാനും മാത്രം നിങ്ങൾ തമ്മിൽ എന്ത് ബന്ധമാ ഉള്ളത്? ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിനക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രണ്ടുപേരും ഈ മേൽക്കൂരയ്ക്ക് കീഴിൽ ഒരുമിച്ചുണ്ടാവില്ല. ഇതിലും ഭേദം അത് തന്നെയാ. നിങ്ങൾ തുറന്നു പറഞ്ഞോ, നിങ്ങളുടെ മകളാണോ അവൾ? സോറി, അല്ല. അങ്ങനെ ആയിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എങ്കിലും എനിക്ക് അവൾ എൻ്റെ മോളെ പോലെയാണ്. വേണ്ട വേണ്ട, ആ കളത്രം ഇനി പറയണ്ട. ബാലേട്ടനെ സ്നേഹിക്കാൻ സ്വന്തം ചോരയിൽ ജനിച്ച 3 മക്കൾ വേറെയുണ്ട്. എന്നാ ഇപ്പൊ പറഞ്ഞ ഈ പോലെയുള്ളതിന്റെ പിന്നാലെ നടന്ന് സ്നേഹിക്കേണ്ട ആവശ്യമൊന്നും ഇപ്പൊ തൽക്കാലം ഇല്ല. വൈജയന്തി, പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കാൻ എനിക്ക് തൽക്കാലം താല്പര്യമില്ല. പിന്നെ അലീനെ കാണാൻ പോയതിനെ പറ്റി എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. നിന്റെ അനാവശ്യ സംശയങ്ങളും കുത്തുവാക്കുകളും കൊണ്ട് മനം നൊന്ത് ഈ വീട് വിട്ടു പോയവളാണ് അലീന. ഞാനാണ് അവൾ അവിടെ കൊണ്ടാക്കിയത്. അവളവിടെ സുഖമായിരിക്കുന്നു എന്ന് അന്വേഷിക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്തം എനിക്കുണ്ട്. അവൾ ആശ്വസിപ്പിക്കേണ്ട കടമ എനിക്കുണ്ട്. അതിനുവേണ്ടി ഇനിയും ഞാൻ അവളെ കാണാൻ പോയെന്നിരിക്കും. ഇത് കേട്ട് വൈജയന്തി പറയുന്നുണ്ട്. ജോലിയിൽ നിന്ന് വിട്ടുപോയ വേലക്കാരികളെ പിറകെ ചെന്ന് ആശ്വസിപ്പിക്കുന്ന കുടുംബനാഥന്മാരുണ്ടായിരിക്കും. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പോയി അന്വേഷിച്ചിട്ട് എന്തായി? അവൾക്ക് വിശേഷമൊന്നുമില്ലല്ലോ അല്ലേ? ഹോസ്പിറ്റലൊന്നും പോവേണ്ടി വരില്ലല്ലോ? ചീ, നിർത്തടി. അലറിക്കൊണ്ട് ബാലേന്ദ്രൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ് മേശയിലേക്ക് ആഞ്ഞെറിഞ്ഞു. ഒച്ച കേട്ട് കൃഷ്ണയും ബബിതയും രോഹിത്തും ഞെട്ടി. ബാലേന്ദ്രനാണെങ്കിൽ ഏത് നിമിഷവും പൊട്ടിത്തെറിക്കുമെന്ന മട്ടിൽ നിൽക്കുകയാണ്. അടുത്ത നിമിഷം വൈജയന്തിയും ചാടി എഴുന്നേറ്റു. അങ്ങനെ നിർത്താനൊന്നും എനിക്ക് മനസ്സില്ല. ഷൗട്ട് ചെയ്ത് എന്നെ പേടിപ്പിക്കാമെന്ന് വിചാരിക്കേണ്ട. എന്നെ ഒരു വിധവയെ പോലെ ആ ബെഡ്റൂമിന്റെ മൂലയിൽ തള്ളിയിട്ട് അവളുടെ പിന്നാലെ പോകുന്നതിന്റെ രഹസ്യം എന്താണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. വൈജയന്തി വല്ലാതെ നിന്ന് കിതക്കുകയാണ്. അച്ഛനും മോളും പോലെയാണത്രേ. ഇവരും പറയാറുണ്ടല്ലോ ഇവരുടെ ചേച്ചിയെ പോലെയാണെന്ന്. പിന്നെ എന്തുകൊണ്ടാ നിങ്ങൾ പോകുമ്പോ ഇവരെ കൂടി കൂട്ടാത്തത്? മക്കൾ 3 പേര് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അവർക്ക് സ്റ്റഡി ലീവാണെന്നും സ്കൂളിൽ പോവണ്ടെന്നും നിങ്ങൾക്കറിയാമല്ലോ. കൃഷ്ണമോളെയെങ്കിലും കൂട്ടിന് വിളിക്കായിരുന്നില്ലേ? എങ്കിൽ അതിനൊരു അന്തസ്സുണ്ടായിരുന്നു. അപ്പൊ ബാലേന്ദ്രൻ, എനിക്ക് മനസ്സിലായിരുന്നു ആരെയും കൂടെ കൊണ്ടുപോവാൻ. എന്തുകൊണ്ടാ മനസ്സിലാത്തത്? ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കള്ളക്കളി നടക്കത്തില്ല. അത് തന്നെ കാര്യം. എന്നിട്ട് മാസത്തിൽ ഒരു വിസിറ്റ് ക്ഷേമാന്വേഷണത്തിനാണത്രേ. എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിക്കരുത്. വൈജയന്തിക്ക് പറഞ്ഞിട്ടും മതിയാവുന്നില്ല. എന്റെ മക്കൾ ഇവിടെ നിപ്പുണ്ട്, അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഇത്രയും പറഞ്ഞിട്ട് ബാലേന്ദ്രൻ പിന്തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി. പക്ഷേ വൈജയന്തി വിടാൻ പാവമില്ല. നിങ്ങൾ എങ്ങോട്ടായി ഓടിപ്പോകുന്നേ? നിങ്ങൾ ഞാൻ ചോദിച്ചതിന് മറുപടി പറയണം. ഈ നിൽക്കുന്ന മക്കളുടെ മുമ്പിൽ വെച്ച് തന്നെ പറയണം. അവരും കേൾക്കട്ടെ നിങ്ങളുടെ ന്യായങ്ങൾ. പ്രായപൂർത്തി വന്ന മക്കളാണിവർ. അവർക്കുണ്ട് സംശയങ്ങൾ. അതൊക്കെ തീർത്തു കൊടുക്കേണ്ട ബാധ്യതയും നിങ്ങൾക്കുണ്ട്. നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ അതേപടി വിഴുങ്ങാം. അവളുടെ സുഖവിവരം അറിയാതെ ഇരിക്കപ്പുറതി ഇല്ലാതെ നിങ്ങൾ പോയത് ഞാൻ വിശ്വസിക്കാം. പക്ഷേ എന്തുകൊണ്ട് മക്കളിൽ ഒരാളെ പോലും നിങ്ങൾ കൂടെ കൂട്ടിയില്ല? മക്കളെന്ന് പറയുമ്പോൾ അവളുടെ വായിൽ തേനൊലിക്കൂലോ. ഇപ്പെന്താ ഈ പിള്ളേരൊന്നും കാണണ്ടേ? അച്ഛനെ മാത്രം കണ്ടാൽ മതിയോ? അതൊക്കെ പോട്ടെ, ഇപ്പൊ എവിടെയാ അവൾ താമസിക്കുന്നത്? ആരുടെ കൂടെയാ? അവളുടെ അഡ്രസ് എന്താ? ഇതൊക്കെ എന്തിനാ നിങ്ങൾ മറച്ചു വെക്കുന്നത്? വൈജയന്തി ഒന്ന് നിർത്തി. ബബിതയുടെയും രോഹിത്തിന്റെയും കൃഷ്ണയുടെയും എല്ലാം ചോദ്യഭാവത്തിലുള്ള നോട്ടം തന്റെ നേർക്ക് തിരിയുന്നത് ബാലേന്ദ്രൻ കണ്ടു. വീണ്ടും വൈജയന്തി ചോദിക്കുകയാണ്. വേറെ ഒന്നും വേണ്ട, അവളുടെ അഡ്രസ്സ് മാത്രം. അങ്ങനെ ഒരെണ്ണം ഇല്ലാതിരിക്കില്ലല്ലോ. എന്നോട് പറയണ്ട, ഈ മക്കളോട് പറഞ്ഞാൽ മതി. ഇതുവരെ നിങ്ങൾ അത് പറഞ്ഞിട്ടില്ല. നിങ്ങൾ മാത്രമല്ല,
കൃഷ്ണമോള് അവളോട് കെഞ്ചി ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും അവളും പറഞ്ഞിട്ടില്ല. ഇനി ഈ ഒളിച്ചുകളി നടക്കില്ല. നിങ്ങൾ മാന്യനാണെങ്കിൽ, അന്തസ്സുള്ളവനാണെങ്കിൽ അലീന ജോലി ചെയ്യുന്ന വീടിന്റെയോ കമ്പനിയുടെയോ പേരും അഡ്രസ്സും ഇപ്പൊ പറയണം. പറ്റുമോ നിങ്ങൾക്ക്? അത് വല്ലാത്തൊരു കുരുക്കായിരുന്നു. തനിക്കതിൽ നിന്ന് എളുപ്പം രക്ഷപ്പെടാനാവില്ലെന്ന് ബാലേന്ദ്രൻ മനസ്സിലായി. അയാൾ ഒന്നും മിണ്ടാതെ മുകളിലേക്ക് കയറിപ്പോയി. കോണിപ്പടി കയറുന്നതിനിടയിൽ വൈജയന്തി മക്കളോട് പറയുന്നുണ്ടായിരുന്നു, ഇപ്പൊ മനസ്സിലായില്ലേ നിങ്ങളുടെ അച്ഛന്റെ തനി നിറം? അവളുടെ അഡ്രസ്സ് പറഞ്ഞ ആകാശം ഇടിഞ്ഞു വീഴൂ. അതല്ല സംഗതി. ഒളിച്ചുകളി നടക്കണം, ആരും അറിയാതെ, എല്ലാവരും വെറും വെഡ്ഡികളാക്കിക്കൊണ്ട്. രോഹിത്ത് ഭക്ഷണം കഴിക്കുന്നത് പൂർത്തിയാക്കാതെ എഴുന്നേറ്റ് കൈ കഴുകി. രാത്രി 11 മണി കഴിഞ്ഞപ്പോൾ അവൻ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി. വീട്ടിലെ ലൈറ്റുകളെല്ലാം ഓഫായിരുന്നു. അമ്മയും ബബിലും കൃഷ്ണയും എല്ലാം ഉറങ്ങിക്കഴിഞ്ഞെന്ന് അവന് മനസ്സിലായി. അച്ഛന്റെ മുറിക്കുള്ളിൽ മാത്രം ലൈറ്റുണ്ട്. അച്ഛൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ 11:30 ആവുമെന്ന് അവനറിയാം. 2 ഷോപ്പുകളിലെയും അക്കൗണ്ടുകൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ അച്ഛൻ ഉറങ്ങാറുള്ളൂ. അച്ഛൻ കടയിലില്ലാത്ത ദിവസങ്ങളിൽ പ്രത്യേകിച്ചും. രോഹിത്ത് ആ മുറിയുടെ നേർക്ക് അല്പനേരം നോക്കി നിന്നു. പിന്നെ എന്തോ തീരുമാനിച്ച മട്ടിൽ ആ വാതിൽക്ക് ചെന്ന് മുട്ടി. ബാലചന്ദ്രമേനോൻ വന്ന് വാതിൽ തുറന്നു. രോഹിത്ത് മുമ്പിൽ വന്ന് നിൽക്കുന്നത് കണ്ട് അയാൾ അത്ഭുതപ്പെട്ടു. എന്തുപറ്റി? നീ ഉറങ്ങിയില്ലേ? ഉറങ്ങാൻ കിടന്നില്ല. അച്ഛൻ ബിസിയാണോ? ചെറുതായിട്ട്. കണക്കൊക്കെ നോക്കുക. എനിക്ക് അച്ഛനോട് ഇത്തിരി സംസാരിക്കാനുണ്ടായിരുന്നു. പെട്ടെന്ന് ബാലചന്ദ്രമേനോൻ അപകടം മണത്തു. എന്ത് സംസാരിക്കാൻ? ആദ്യം അച്ഛന് സമയമുണ്ടോയെന്ന് പറ. ശരി, നീ കയറി വാ. രോഹിത്ത് അകത്തേക്ക് കയറി. ബാലചന്ദ്രമേനോൻ വാതിലടച്ചു കുറ്റിയിട്ടു. രോഹിത്തിന്റെ മുഖത്തെ അസ്വസ്ഥതയും പരിഭ്രമവും കണ്ടപ്പോൾ തന്നെ ബാലേന്ദ്രന് കാര്യം മനസ്സിലായി. മുമ്പൊരിക്കൽ മനു സൂചിപ്പിച്ചതുപോലെ എല്ലാം തുറന്നു പറയേണ്ട സമയമായിരിക്കുന്നു. ബാലേന്ദ്രൻ രോഹിത്തിനോടായി ചോദിച്ചു, എന്താ നിനക്ക് സംസാരിക്കാനുള്ളത്? അച്ഛനെ അമ്മ ചോദ്യം ചെയ്തത് ഞങ്ങളുടെ മുമ്പിൽ വെച്ചായിരുന്നല്ലോ. അച്ഛനും അലീന ചേച്ചിയും എപ്പോഴും ജയിച്ചു നിൽക്കണമെന്നാ ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ ഇന്ന് അമ്മയുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ അച്ഛൻ തോറ്റുപോയി. അച്ഛൻ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറി. അച്ഛൻ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ആ, കേൾക്കുന്നുണ്ട്. നീ പറഞ്ഞോ. അച്ഛൻ എന്തുകൊണ്ടാ ഞങ്ങൾ ആരെയും അലീന ചേച്ചിയുടെ അടുത്തോട്ട് കൊണ്ടുപോകാത്തത്? എന്തുകൊണ്ടാ അലീന ചേച്ചിയുടെ അഡ്രസ്സ് ഞങ്ങൾക്ക് തരാത്തത്? അച്ഛനോട് ഞാൻ പലവട്ടം ചോദിച്ചതാ. അപ്പോഴൊക്കെ അച്ഛൻ എന്തൊക്കെയോ പറഞ്ഞു ഒഴിഞ്ഞു മാറി. അത് ഞാൻ കണക്കാക്കുന്നില്ല. പക്ഷേ അലീന ചേച്ചിയും എത്ര ചോദിച്ചിട്ടും അഡ്രസ്സ് തരുന്നില്ല. കഴിഞ്ഞ തവണ ഞാൻ ചോദിച്ചപ്പോൾ അതിന് സമയമായിട്ടില്ലെന്നാ ചേച്ചി പറഞ്ഞത്. എന്താ അച്ഛാ ഇതിന് കാരണം? എന്നോട് പറയാമല്ലോ അലീന ചേച്ചി എവിടെയുണ്ടെന്ന്. ഞാൻ ആരുടെ അടുത്തും പറയില്ല. ഇനിയും അത് ഒളിച്ചു വെക്കുന്നത് മകനിൽ സംശയം വളർത്തുകയുള്ളൂ എന്ന് ബാലചന്ദ്രമേനോന് മനസ്സിലായി. ആ, നീ ഇവിടെ വന്നിരിക്കി, ഞാൻ പറയാം. രോഹിത്ത് വന്ന് കട്ടിലിരുന്നു. ശരി, നിനക്ക് എന്താ അറിയേണ്ടത്? നീ ചോദിച്ചോ, ഞാൻ പറയാം. അച്ഛാ, അച്ഛനും അമ്മയും തമ്മിലുള്ള ജീവിതം നേരിട്ട് കാണുന്നവരാ ഞങ്ങൾ. അലീന ചേച്ചി ഈ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ തമ്മിൽ നല്ല ഇണക്കത്തിലായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അലീന ചേച്ചി വന്നതിന് ശേഷം അതിൽ ചില താഴ്പിഴകളെല്ലാം സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ പ്രധാന കാരണം അമ്മയുടെ ചില തെറ്റിദ്ധാരണകളാണ്. ഇപ്പൊ സ്ഥിതി അങ്ങനെയല്ല. അലീന ചേച്ചി ഈ വീട് വിട്ടുപോയി. അമ്മ തിരികെ വരികയും ചെയ്തു. പക്ഷെ അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധം അത് പഴയ രീതിയിലേക്ക് ആയിട്ടില്ല. അച്ഛൻ ഇവിടെ ഈ മുകളിലത്തെ ബെഡ്റൂമിൽ, അമ്മ താഴെയും. അച്ഛനിങ്ങനെ വേറിട്ട് നിൽക്കുന്നതിൽ അമ്മയ്ക്ക് വല്ലാത്ത അമർഷമുണ്ട്. രോഹിത്തിന്റെ സംസാരം വളരെ ശാന്തതയോടെയും ബഹുമാനത്തോടെയായിരുന്നു. എനിക്ക് 2 കാര്യങ്ങൾ അറിഞ്ഞാൽ മതി അച്ഛാ. എന്തുകൊണ്ടാണ് അച്ഛൻ താഴേക്ക് വരാത്തത്? അലീന ചേച്ചിയുടെ അഡ്രസ്സ് ആര് ചോദിച്ചാലും എന്തുകൊണ്ടാണ് അച്ഛൻ കൊടുക്കാത്തത്? ഇതിന് മറുപടി എന്നോണം ബാലേന്ദ്രൻ പറയുന്നുണ്ട്. മോനെ, ഞങ്ങൾ തമ്മിലുള്ള ജീവിതം ഇനി പഴയപടിയാവില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ താഴോട്ട് വരാത്തത്. അതെന്താ അച്ഛാ അത്രയ്ക്ക് ഉറപ്പ്? ഒരിക്കലും ഇനി പഴയതുപോലെ ആവില്ലേ? മോനെ, കേൾക്കുമ്പോൾ നിനക്ക് വിഷമമാണെന്നറിയാം. പക്ഷേ ഇല്ല എന്നതാണ് സത്യം. ഞങ്ങൾ തമ്മിൽ ഇനി ഒരിക്കലും പഴയതുപോലെ ആവില്ല. ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ അച്ഛൻ എന്നോട് ക്ഷമിക്കണം. അലീന ചേച്ചിയുമായി അതിനെന്തെങ്കിലും ബന്ധമുണ്ടോ? തീർച്ചയായും ഉണ്ട്. അതെന്താണെന്ന് അച്ഛൻ എന്നോട് പറയാൻ പറ്റുമോ? പറയാം മോനെ, നിന്നെ വിശ്വസിച്ചാണ് ഞാനത് പറയാൻ പോകുന്നത്. നീയെങ്കിലും അറിഞ്ഞിരിക്കണം എന്നുള്ളതുകൊണ്ട്. പക്ഷേ നിന്റെ മനസ്സിൽ നിന്നും ഇത് പുറത്തു പോകരുത്. ആ ഒരു ഉറപ്പ് നീ എനിക്ക് തരണം. ബാലചന്ദ്രന്റെ വാക്കുകൾ കേട്ട് ആ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന രോഹിത്തിന് പെട്ടെന്നൊരു ഉൾഭയം തോന്നാൻ തുടങ്ങി. എന്തായിരിക്കും അച്ഛന് തന്നോട് പറയാനുള്ളത്? മഴത്തോരു മുമ്പേ എന്ന പരമ്പരയിൽ ഇനി വരാൻ പോകുന്നത് പ്രേക്ഷകരേറെ കാത്തിരുന്ന നിമിഷങ്ങളാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. തുടർന്നുള്ള കഥയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്